നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി ഒരാവശ്യവുമില്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിലെ മോഡലിൽ പ്രഖ്യാപിച്ച ഒന്നായിരുന്നു ഇന്ദിരാ ഗ്യാരണ്ടി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര എന്നതാണ്. ചില പരിഷ്കാരങ്ങളുടെയും പരിമിതികളോടെയാണെങ്കിലും ഇന്നലെ മുതൽ അത് നടപ്പിലാക്കി തുടങ്ങി. ഇതിൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് തർക്കങ്ങൾ ഏറെയാണെങ്കിലും ഈ പദ്ധതി നടപ്പിലാക്കിയ ദിവസം കേരളത്തിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന സന്തോഷവും പ്രതീക്ഷയും ഈ സമൂഹത്തിന് പ്രതീക്ഷ നൽകുന്നതാണ്. കേവലം ഒരു ഫ്രീ ബി എന്നതിനപ്പുറം സ്ത്രീയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതി എന്ന നിലയിൽ സ്ത്രീകൾക്കിടയിൽ സ്വാഭിമാനം വളർത്താൻ ഇത് കാരണമാകുന്നു എന്ന് തീർച്ചയാണ്. ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞതും അതുതന്നെയായിരുന്നു. ഞാൻ ഇതിനെ കാണുന്നത് സ്ത്രീകൾക്ക് നൽകുന്ന ഒരു ഔദാര്യമായിട്ടല്ല. ഞാൻ കരുതുന്നത് ഈ പദ്ധതിക്ക് സാമൂഹ്യവും സാമ്പത്തികവുമായ പ്രതിഫലനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമെന്നാണ്. സോഷ്യോ ഇക്കണോമിക് ഇമ്പാക്റ്റ്. സാമൂഹ്യമായ പ്രതിഫലനം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അഭിമാനത്തോടു കൂടി സർക്കാരിൻ്റെ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യാൻ കഴിയുക. അത് സൗജന്യമല്ല. ഞങ്ങളുടെ സർക്കാർ, ഞങ്ങളുടെ വാഹനം, ഞങ്ങൾ ഇതിലൂടെ യാത്ര ചെയ്യുന്നു. എത്രയോ സാധാരണക്കാരായ സ്ത്രീകളാണ് KSRTCയിൽ യാത്ര ചെയ്യുന്നത്. ഞാൻ പറയുന്നു, ഈ പദ്ധതി ഈ സംസ്ഥാനത്തെ സർക്കാരിന് കേരളത്തിലെ സ്ത്രീകളോടുള്ള ആദരവായി നിങ്ങൾ കാണണം. ആദരവാണ്. സ്ത്രീകളെ ബഹുമാനിക്കാൻ ഒരു സമൂഹം പഠിക്കണമെന്നുള്ളൊരു സന്ദേശം കൂടിയാണ്. ആദരവോടുകൂടി ബഹുമാനത്തോടു കൂടി നമ്മുടെ അമ്മമാരെ, സഹോദരിമാരെ അവരെ കാണണം. ആ ആദരവാണ് ഈ സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പ്രഖ്യാപിച്ച് നടപ്പാക്കുന്ന ആദ്യത്തെ പദ്ധതി. കേരളത്തിലെ സ്ത്രീകളോടുള്ള നമ്മുടെ എല്ലാവരുടെയും, കേരളത്തിലെ ജനങ്ങളുടെ ആദരവായി കണക്കാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കോട്ടയത്തുള്ള ഇടതുപക്ഷ സംഘടനാ പ്രവർത്തകയായ ഒരു അഭിഭാഷിക എനിക്കയച്ച സന്ദേശം ഈ ആവേശം വ്യക്തമാക്കുന്നു. ഇന്ന് KSRTC കൂടുതൽ ഓർഡിനറി ബസ്സുകൾ ഓടിച്ചു തുടക്കമായതുകൊണ്ടാവാം സാധാരണ കുറവ് സ്ത്രീ യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത്. കാതലായ മാറ്റം കണ്ടത് ബസ് ജീവനക്കാരുടെ ആറ്റിറ്റ്യൂഡ് ആൻഡ് പെരുമാറ്റം. ഇത്ര ഫ്രണ്ട്ലിയായി ഒരിക്കലും KSRTC കണ്ടക്ടർ പെരുമാറിയിട്ടില്ല. ഇത്രയും റെസ്പെക്റ്റ് ഒരിക്കലും സ്ത്രീകൾക്ക് ബസ്സിൽ കിട്ടിയിട്ടില്ല. എൻ്റെ അനുഭവമാണ്. ബസ് സ്റ്റോപ്പ് വരെ എത്താതിരുന്ന എന്നെയും 2 സ്റ്റുഡൻസിനെയും ബസ് സ്റ്റോപ്പിലല്ലാതെ നിർത്തിക്കയറ്റി. ഞങ്ങൾ അമ്പരന്ന് പോയി. എനിവേ, സ്ത്രീകളെ റെസ്പെക്റ്റ് ചെയ്യാൻ സമൂഹത്തെ നിർബന്ധിക്കുന്ന ഒരു തീരുമാനം ഇന്ദിരാ ഗ്യാരണ്ടിയാണ്. മറ്റൊന്ന് സുപ്രീം കോടതി വിധിയും. ഞങ്ങൾ KSRTC രക്ഷിക്കാൻ അഡ്വാൻസ് കാഷ് അടച്ചിട്ടാണ് യാത്ര ചെയ്യുന്നത്. ഇനിയും കാഷ് കൊടുത്ത് തന്നെ യാത്ര ചെയ്യും. സർക്കാർ ജീവനക്കാരും അതുപോലെ ചെയ്യും എന്നാണ് വിശ്വാസം. തൊഴിലുറപ്പ് പോലെ സാധാരണക്കാരുടെ വീട്ടിലേക്ക് ചെറുതെങ്കിലും ഈ പൈസ എത്തും. MV ഗോവിന്ദൻ സഖാവ് ഏതു യുഗത്തിലാണോ ജീവിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടു. അനുഭാവികൾ KSRTCയിൽ പണം കൊടുത്ത് യാത്ര ചെയ്യട്ടെ. KSRTC എന്ന വെള്ളാന അങ്ങനെയെങ്കിലും നന്നാവട്ടെ. ഇത് ഒരു ഇടതുപക്ഷക്കാരിയായ സാമൂഹിക പ്രവർത്തകയുടെ അഭിപ്രായമാണ്. ഈ അഭിപ്രായവും വികാരവും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിരുന്നു എന്ന് തീർച്ചയാണ്. അതുകൊണ്ടാണ് BJP ഔദ്യോഗികമായി ഇതിനെ എതിർത്തിട്ടും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇത് നല്ല കാര്യമാണെന്ന് പറഞ്ഞത്. എന്ന് മാത്രമല്ല, മോദിയുടെ ഗ്യാസ് സ്കീം പോലെ ഈ പദ്ധതിയോട് പൊതുസമൂഹം സഹകരിക്കണമെന്നും പണമുള്ളവർ പണം കൊടുത്തു തന്നെ യാത്ര ചെയ്യണമെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെടുന്നു. ഈ പദ്ധതി എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പദ്ധതിയാണ്. നമുക്കിത് രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും ഇത് നടപ്പിലാക്കിയിട്ടുണ്ട്. പൂർണ്ണമായിട്ടും ഭാഗികമായിട്ടും അതാത് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക കെൽപ്പനുസരിച്ചാണ് അത് ചെയ്യുന്നത്. അത് സാമ്പത്തിക നില കുറച്ചുകൂടി മെച്ചപ്പെടുന്നതോടുകൂടി തീർച്ചയായിട്ടും ഇതിൻ്റെ വ്യാപ്തി കുറച്ചുകൂടെ വർദ്ധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും ഈ പദ്ധതിക്ക് വൻ വിജയം ആശംസിക്കുകയാണ്. ഇത് തുടരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നോക്കുക, ഓർഡിനറി ബസ്സിൽ മാത്രമല്ല മറ്റെല്ലാ ബസ്സുകളിലും ഇത് നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് BJP സമരം തുടങ്ങിയിരിക്കുകയാണ്. ഇന്നലെ BJPക്കാർ ഇതിൻ്റെ ഭാഗമായി ബസ്സുകൾ പിക്കറ്റ് ചെയ്യാൻ എത്തിയപ്പോൾ സ്ത്രീകൾ കൂട്ടം ചേർന്ന് അവരെ ഓടിച്ചു എന്നത് തന്നെ ഈ വികാരത്തിന് പ്രതിഫലനമാണ്. പരമ്പരാഗത സമരമൊക്കെ ഉപേക്ഷിക്കാൻ സമയമായെന്നും രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിലുള്ള സമരങ്ങൾ ജനം തിരസ്കരിക്കും എന്നതിന് തെളിവാണ്
BJP-ക്കാർക്കേറ്റ കൂവൽ. അതിൻ്റെ മറ്റൊരു തെളിവാണ് സുരേഷ് ഗോപിയുടെ ഈ തുറന്നു പറച്ചിൽ. ഇതിൻ്റെ പ്രതിഫലനവും ഇന്നലെ കണ്ടു തുടങ്ങി. ഗതാഗത മന്ത്രി CP ജോണിനോട് നിരവധി സ്ത്രീകളാണ് ആവശ്യപ്പെട്ടത് ടിക്കറ്റ് എടുക്കാനുള്ള സംവിധാനം കൂടി ഏർപ്പെടുത്തണമെന്ന്. ഇപ്പോൾ ഇത്തരം സ്ത്രീ സൗജന്യ ബസ്സുകളിൽ ടിക്കറ്റ് എടുക്കാൻ സംവിധാനം കുറവാണ്. സ്ത്രീകൾക്ക് അതെടുക്കാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കാമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. നിരവധി ആരോപണങ്ങൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട അന്തരീക്ഷത്തിലുണ്ടെങ്കിലും ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് എന്നാക്കി മാറ്റുന്നതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും സ്ത്രീകൾ ഇതിനെ കേവലം ഔദാര്യമായല്ല, നേരെ മറിച്ച് അഭിമാനവും ആദരവുമായി ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സ്ത്രീകൾക്ക് ആദരവ് കിട്ടുന്നു, അല്ലാതെ സർക്കാരിൻ്റെ നക്കാപ്പിച്ച വാങ്ങുന്നവർ എന്ന അധിക്ഷേപമല്ല എന്നത് ചെറിയ സംഗതിയല്ല. ഈ ദൃശ്യങ്ങളിൽ ഏറ്റവും സുന്ദരമായത് ഉദ്ഘാടനത്തിന് വേണ്ടി ഇന്നലെ എത്തിയ മുഖ്യമന്ത്രി VD സതീശൻ ആ വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവറുടെ അടുത്തെത്തി അവർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നതാണ്. പിണറായി ഭരണകാലത്ത് ഇങ്ങനെ പണിയെടുക്കുന്ന സമൂഹവുമായി ഒരു ചിത്രം നമുക്ക് കാണാനേ കഴിയുമായിരുന്നില്ല. അഥവാ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ചുറ്റും ഒരു പോലീസ് വലയവും നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. വാസ്തവത്തിൽ ഈ പദ്ധതി കേവലം തമിഴ്നാട് മോഡൽ ഫ്രീബിക്കപ്പുറത്തേക്ക് സ്ത്രീയുടെ ആത്മാഭിമാനത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു പദ്ധതിയായി മാറുമ്പോൾ തിളങ്ങുന്നത് VD സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ മുഖം തന്നെയാണ്. ഇത് കാര്യക്ഷമമായി മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ സമൂഹവും സഹകരിക്കണം. സുരേഷ് ഗോപി പറഞ്ഞതുപോലെ പണം കയ്യിലുള്ളവർ, സർക്കാർ ഉദ്യോഗസ്ഥർ ഈ സൗജന്യം വേണ്ടെന്ന് വെച്ച് ടിക്കറ്റ് എടുത്താൽ മാത്രമേ ഈ പദ്ധതി വിജയിക്കൂ. ഓർഡിനറി ബസ്സുകൾക്കപ്പുറത്തേക്ക് ഇത് വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെടുന്നതും അനുചിതമാണ്. വാസ്തവത്തിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് സാധാരണ സ്ത്രീകൾ യാത്ര ചെയ്യുന്നത്. അവർക്ക് ഫാസ്റ്റ് പാസഞ്ചറോ സൂപ്പർ ഫാസ്റ്റോ ഒന്നും താങ്ങാനുള്ള ശേഷിയില്ല. അവർ ദീർഘദൂര യാത്ര ചെയ്യുന്നത് പോലും വളരെ അപൂർവമായി മാത്രമാണ്. തൊഴിലെടുക്കാൻ വേണ്ടി പോകുന്ന പാവപ്പെട്ട സ്ത്രീകൾ, മീൻ വിൽക്കാനും മറ്റും പോകുന്ന പാവപ്പെട്ട സ്ത്രീകൾ, വീട്ടുപണിക്കും മറ്റുമായി തൊഴിലെടുക്കാൻ പോകുന്ന പാവപ്പെട്ട സ്ത്രീകൾ, അവർക്കിതുണ്ടാക്കുന്ന നേട്ടം ചെറുതല്ല. അവരുടെ ജീവിത സമ്പാദ്യത്തിലെ ഏറ്റവും വലിയ ഒരു ചെലവ് ഒഴിഞ്ഞു കിട്ടുക എന്നത് നിസ്സാര കാര്യമല്ല. അതുകൊണ്ട് തന്നെ അവരെ സഹായിക്കാനുള്ള പദ്ധതിയാണെങ്കിൽ ഇത് ഓർഡിനറി ബസ്സിൽ തന്നെ പരിമിതിപ്പെടുത്തണം. അതിനപ്പുറത്തേക്ക് പോയി ആഡംബരം കാട്ടി സർക്കാർ ഖജനാവ് കാലിയാക്കേണ്ടതില്ല. 1500 കോടിയോളം രൂപയാണ് KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനും ഈ പ്രസ്ഥാനത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനും ബജറ്റിൽ വകയിരുത്തി സംസ്ഥാന സർക്കാർ എല്ലാ വർഷവും കൊടുക്കുന്നത്. അതിന് നേട്ടം ജീവനക്കാർക്ക് മാത്രമാണെന്ന് ഓർക്കണം. അങ്ങനെയെങ്കിൽ പിന്നെ ഏതാണ്ട് 800 കോടി രൂപ കൂടി ഈ പാവപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി മുടക്കുന്നതിൽ എന്താണ് തെറ്റ്? ഇത്തരം ഫ്രീബികൾ ആവശ്യമില്ല എന്നായിരുന്നു എൻ്റെ ആദ്യകാല നിലപാടെങ്കിലും ഈ സ്ത്രീകളുടെ ആവേശം കാണുമ്പോൾ, പാവപ്പെട്ട സ്ത്രീകളുടെ ജീവിതത്തിൽ ഇത് വലിയൊരു അടയാളപ്പെടുത്തലായി മാറുമ്പോൾ അതിനെ തള്ളിപ്പറയാൻ പ്രയാസമാണ്. സിനിമാ സംവിധായകനായ ഡോക്ടർ ബിജു കൃത്യമായി ഇത് വിശദീകരിച്ചിട്ടുണ്ട്. അതിലെ ഓരോ പോയിന്റുകളും ശ്രദ്ധയോടെ കേൾക്കുക. KSRTC ബസ്സിൽ സ്ഥിരമായി സഞ്ചരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് ഏർപ്പെടുത്തിയ സൗജന്യ യാത്ര ഒട്ടേറെ സ്ത്രീകൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഫാസ്റ്റിലും സൂപ്പർ ഫാസ്റ്റിലും എക്സ്പ്രസ് ബസ്സിലും ഒന്നുമില്ലാതെ ഓർഡിനറി ബസ്സുകളിൽ മാത്രം സൗജന്യ യാത്ര എന്നത് ശരിയല്ല എന്നൊക്കെയുള്ള വാദങ്ങളിൽ തൽക്കാലം യാതൊരു അടിസ്ഥാനവുമില്ല. സാധാരണക്കാരായ സ്ത്രീകൾ കൂടുതലും ദൈനംദിന ആവശ്യങ്ങൾക്കായി നിരന്തരം സഞ്ചരിക്കേണ്ടി വരുന്നത് ഏതാണ്ട് 20-30 കിലോമീറ്റർ ചുറ്റളവിലാണ്. ഈ ദൂരത്ത് ഓർഡിനറി ബസ്സുകൾ തന്നെയാണ് കൂടുതലുമുള്ളത്. എല്ലാ ദിവസവും ബസ്സിൽ സഞ്ചരിക്കേണ്ടി വരുന്ന വനിതകളുടെ ഒരു ക്രോസ് സെക്ഷൻ എടുത്തു നോക്കുക. അവരിൽ കൂടുതലും വർക്കിംഗ് ക്ലാസ് സ്ത്രീകളാണ്. ടെക്സ്റ്റൈൽ ഷോപ്പുകൾ, ചെറിയ മാളുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, മറ്റ് കച്ചവട സ്ഥാപനങ്ങൾ എന്നിവയിൽ ചെറിയ വരുമാനത്തിൽ ജോലി ചെയ്യുന്നവരിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ്. ചന്ത ദിവസങ്ങളിൽ കച്ചവടത്തിനായി പോകുന്ന മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ, സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ഒട്ടനേകം സ്ത്രീകൾ, സ്കൂളുകളിലും കോളേജുകളിലും പോകുന്ന പെൺകുട്ടികൾ, നഗരത്തിലെ ഫ്ളാറ്റുകളിലും വീടുകളിലും ദിവസ ജോലി ചെയ്യുന്ന സ്ത്രീകൾ, നിർമ്മാണ മേഖല, കൂലിത്തൊഴിലാളി എന്നിവയിൽ ഏർപ്പെടുന്ന സ്ത്രീകൾ തുടങ്ങി വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ ആണ് സാധാരണ എല്ലാ ദിവസവും ബസ്സിൽ യാത്ര ചെയ്യേണ്ടി വരുന്ന വനിതകൾ. ഇക്കൂട്ടരിൽ ഏതാണ്ട് 80% വനിതകളും യാത്ര ചെയ്യുന്നത് ഓർഡിനറി ബസ് സഞ്ചരിക്കുന്ന ദൂരപരിധിക്കുള്ളിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഓർഡിനറി ബസ്സിലെ വനിതകൾക്കുള്ള യാത്രാ സൗജന്യം ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് ഈ വിഭാഗങ്ങൾക്കാണ്. മാസത്തിൽ കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ വലിയൊരു ഭാഗം പ്രതിദിന യാത്രാ ചെലവിനെ മാറ്റിവെക്കേണ്ടി വരുന്ന ഈ വിഭാഗം ആളുകൾക്ക് ഈ യാത്രാ സൗജന്യം വലിയൊരു ആശ്വാസമാണ്. ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും 60 രൂപ ബസ് ടിക്കറ്റിനായി ചിലവാക്കുന്ന ഒരു സ്ത്രീക്ക് ഈ യാത്രാ സൗജന്യം ലഭിക്കുന്നതിലൂടെ 30 ദിവസം കൊണ്ട് 1800 രൂപ ലാഭമുണ്ടാകുന്നു. ദൈനംദിന ജോലികളിൽ ഏർപ്പെടുന്ന നിരവധി സ്ത്രീകൾക്ക് ഒരുപക്ഷെ ആകെ ലഭിക്കുന്ന മാസവരുമാനം ഏതാണ്ട് 8000 മുതൽ 10000 വരെ ആയിരിക്കും എന്നോർക്കണം. അതിൽ നിന്നും പ്രതിമാസം 1800 രൂപ ലാഭമുണ്ടാകുന്നു എന്നത്
ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കാര്യമല്ല. വർക്കിംഗ് ക്ലാസ് സ്ത്രീകളുടെ ജീവിതത്തിൽ നേരിട്ട് സാമ്പത്തിക ആശ്വാസം ലഭിക്കുന്ന ഒരു പദ്ധതിയാണിത്. ഇതിനെ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത്. ഇതിനെ ചരിത്രപരമായ ഒരു തീരുമാനം എന്ന് തന്നെ വിശേഷിപ്പിക്കണം. പൊതുസംവിധാനങ്ങൾ എല്ലാം തന്നെ, അത് ഗതാഗതമായാലും ആരോഗ്യമായാലും വിദ്യാഭ്യാസമായാലും പൗരന്മാർക്ക് സൗജന്യമായും ഉന്നത നിലവാരത്തിലും നൽകുക എന്നതാണ് ഭരണകൂടങ്ങളുടെ പ്രാഥമിക കർത്തവ്യം. എല്ലാ വിഭാഗം ആളുകൾക്കും ഇല്ലെങ്കിലും, എല്ലാ ബസ്സുകളിലും ഇല്ലെങ്കിലും, ആദ്യപടി എന്ന നിലയിൽ സ്ത്രീകൾക്ക് പൊതുഗതാഗതത്തിൽ ഓർഡിനറി ബസ്സുകളിലെങ്കിലും സൗജന്യ യാത്ര ലഭ്യമാകുന്നു എന്നത് തീർച്ചയായും സ്വാഗതം ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. അന്ധമായ രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിൽ ഇതിനെ എതിർക്കുന്നത് ശരിയായ ഒരു രീതിയല്ല. ഒരുപക്ഷെ ജീവിതത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഒരു KSRTC ബസ്സിൽ പോലും സാധാരണ മനുഷ്യർക്കൊപ്പം യാത്ര ചെയ്തിട്ടില്ലാത്ത, അവരുടെ യാത്രാ പ്രശ്നങ്ങളെപ്പറ്റി നേരിട്ടൊരറിവുമില്ലാത്ത ചില നേതാക്കന്മാർക്ക് മാത്രമേ സമൂഹത്തിലെ അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട തൊഴിൽ ചെയ്യുന്ന ഒട്ടനേകം സ്ത്രീകൾക്ക് ഉപകാരപ്പെടുന്ന ഈ പദ്ധതി എതിർക്കാൻ സാധിക്കൂ. ഫാസ്റ്റിലും സൂപ്പർ ഫാസ്റ്റിനും കൂടി സൗജന്യം വന്നാൽ നന്ന്, അത് വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷെ നിലവിൽ തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യുന്ന വനിതകളിൽ 80% സ്ത്രീകൾക്കും ഉപകാരപ്പെടുന്ന ഓർഡിനറി ബസ്സുകളിലെ സൗജന്യ യാത്രയെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത്. KSRTCക്ക് ഇതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം നികത്താൻ മലബാർ മേഖലയിൽ കൂടുതൽ ഓർഡിനറി സർവീസ് ആരംഭിക്കുക, സ്വകാര്യ ബസ്സുകൾ മാത്രം കൂടുതലായി ഓടുന്ന വേണ്ടുന്ന സംവിധാനങ്ങൾ തുടങ്ങി നിരവധി കാര്യങ്ങൾ മുന്നിലുണ്ട്. പക്ഷേ അവയ്ക്കൊക്കെയും നമുക്ക് സാവകാശം കൊടുക്കാം. നിലവിലുള്ള സംവിധാനങ്ങളിൽ നിന്നുകൊണ്ട് നിലവിലുള്ള എല്ലാ ഓർഡിനറി ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നു എന്നത് ഒരു ആനുകൂല്യം എന്ന നിലയിലല്ല, മറിച്ച് സ്ത്രീകൾക്കുള്ളൊരു അവകാശം എന്ന നിലയിൽ തന്നെ സർക്കാർ ഇതിനെ കണക്കാക്കുന്നു എന്നതും ഏറെ പ്രധാനമാണ്. ഈ തീരുമാനത്തിൽ മറ്റു ചില സാമൂഹിക പോസിറ്റീവ് വശങ്ങൾ കൂടിയുണ്ട്. സ്ത്രീകൾക്ക് കൂടുതലായി യാത്ര ചെയ്യാൻ അവസരമൊരുങ്ങുക. ഒറ്റയ്ക്ക് ഓഫീസിലേക്ക് 2 വീലറിലും കാറിലുമൊക്കെ ദിവസങ്ങൾ സഞ്ചരിക്കുന്ന സ്ത്രീകൾ അത് ഉപേക്ഷിച്ച് പൊതുഗതാഗതത്തിലേക്ക് മാറുന്നതോടെ നിരത്തുകളിൽ ഉണ്ടാകുന്ന ഗതാഗത കുറവ്, അന്തരീക്ഷ മലിനീകരണത്തെ തോതിൽ ഉണ്ടാകുന്ന കുറവ് തുടങ്ങിയ കാര്യങ്ങൾ, ഇത്തരത്തിൽ ഈ പുതിയ തീരുമാനത്തിൻ്റെ ഗുണപരമായ വശങ്ങളെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. ഇങ്ങനെ ചരിത്രപരമായ ഒരു തീരുമാനം സർക്കാർ നടപ്പിലാക്കിയതിൽ ഹൃദ്യമായ അഭിനന്ദനങ്ങൾ. സർക്കാർ തീരുമാനത്തിൻ്റെ പോസിറ്റീവ് വശം അന്വേഷിക്കുന്നവർക്ക് ഡോക്ടർ ബിജുവിൻ്റെ കുറിപ്പിൽ എല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല.